നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സുബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ വിചിത്ര സിൽക്കിൻ്റെ ഒരു ടൈപ്പ് സാരി ഭയങ്കര ഞാൻ ഉടുത്തിട്ടൊക്കെ കാണിച്ചില്ലേ, ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാവരും കൂടെ ഉടുത്തിട്ടൊക്കെ ഒരു സാരി കാണിച്ചില്ലേ, ആ സാരിയുടെ തന്നെ ചെറിയ വ്യത്യാസമുണ്ട്, റേറ്റിലും ഒരു നേരിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കേട്ടോ, അതിൻ്റെ റീസ്റ്റോക്കും വന്നിട്ടുണ്ട്, ഇത് കാണിക്കുന്നുണ്ട്. ഇതാണ് ഞാനിപ്പം ഉടുത്ത് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന സാരി. ഉടുത്തോണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര പാടാണ്, അതുകൊണ്ട് ഇങ്ങനെ എടുത്തു. ഇതാണ് സാരി, നല്ല സാരി, നല്ല പാർട്ടി വെയർ സാരി ആയിട്ട് എടുക്കാം. നിങ്ങൾ ഇതിനുണ്ടല്ലോ വൈറ്റ് ബ്ലൗസ് വേണേലും വിടാം, സിൽവർ ബ്ലൗസ് വേണേലും വിടാം. എനിക്ക് പെട്ടെന്ന് ആദ്യം തോന്നിയത് ഇതിന് ആപ്റ്റായിട്ടുള്ള സിൽവർ ബ്ലൗസാണ് കുറച്ചും കൂടെ, പക്ഷേ ഞാൻ ഇട്ടേക്കുന്നതുണ്ടോ വൈറ്റ് ബ്ലൗസാണ്. വൈറ്റ് ബ്ലൗസ് കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ഗ്ലിറ്ററിങ് ഉള്ള ഒരു ബ്ലൗസ്, കൈയുടെ അറ്റത്ത് ബോർഡറുള്ള ഞാൻ കാണിച്ചില്ലേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത്, ആ ബ്ലൗസൊക്കെ നല്ല, അതിൻ്റെ വൈറ്റ് ബ്ലൗസൊക്കെ നല്ലതായിട്ട് ചേരും കേട്ടോ. പിന്നെ ഈ സെയിം കളർ ഉണ്ടെങ്കിൽ അങ്ങനത്തേതും ചേരും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. നല്ല രസമാണ്, സിമ്പിളായിട്ടുള്ള ഒരു പാർട്ടി വെയർ, ഒത്തിരി ഓവറായിട്ട് ഉള്ള ഒരു ഇതല്ല. പക്ഷേ നമുക്കൊരു സ്പെഷ്യൽ ഡേയിലോ അല്ലെങ്കിൽ കല്യാണത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിളിക്കുമല്ലോ. ഇപ്പം എന്നാ പറയുന്നത്, ഹൗസ് വാമിങ്, എന്തിനു ഞാൻ എന്നത്തിനാണ് പോകുന്നതെന്ന് പറയില്ല അല്ലേ, അത് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുള്ള ഒരു സാരി. ഇതിപ്പോൾ ഒരു ഒനിയൻ പിങ്കിൻ്റെ ഡാർക്ക് ഷെയ്ഡ് കേട്ടോ, അതിനകത്തൊന്നുമില്ല കാണിക്കാൻ, ഫുൾ ഇങ്ങനെ തന്നെയാണ്, ബോഡി ഫുൾ ഇങ്ങനെ തന്നെയാണ്. ഇതിങ്ങനെ ഒരു സിൽവർ, ഒരു ഇങ്ങനെ എന്നാ പറയുക, ലഹരിയ ഡിസൈൻ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അതുപോലുള്ള ഒരു ഡിസൈൻ. സാരി ഉടുത്തതിൻ്റെ ആ ഫോട്ടോ കാണുന്നില്ലേ, അപ്പം നിങ്ങൾക്ക് അതെ ഉടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് മനസ്സിലാവും. ഇത് എല്ലാം ഇതിൻ്റെ എല്ലാം പേസ്റ്റൽ ചാർട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ടൈപ്പ് ടീൽ ബ്ലൂ ഗ്രേ മിക്സ്, നല്ല കളർ. അത് പറഞ്ഞു പേസ്റ്റൽ ചാർട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഏത് കളർ ടോണിലുള്ളവർക്കും ചേരുകയും ചെയ്യും, നല്ലൊരു ഭംഗിയാണല്ലോ ഇത്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ഏതെടുക്കണം എന്നിങ്ങനെ ആലോചിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി, വീഡിയോയ്ക്ക് അത് കാണിക്കാൻ വേണ്ടി. പിന്നെ ആ ഒരു കളറും എടുത്തു, ഇതാന്ന് തോന്നുന്നു എടുത്തു. പക്ഷെ എല്ലാം എടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല, എല്ലാം എനിക്കിഷ്ടമാണ് സത്യമായിട്ട്. ഞാൻ പറഞ്ഞത് ചുമ്മാ പറയുന്നതല്ല, എല്ലാം ഈ പേസ്റ്റൽ കളറുകളോട് ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും, ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടും. പിന്നെ ചിലർക്ക് ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമുള്ളവരുണ്ട്, ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷേ പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടമില്ലാത്തവർ വളരെ കുറവാണ്. ഇത് ഞാൻ കാണിക്കാത്ത ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് മൊത്തം സാരി ഇരിക്കുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ ഇപ്പോൾ ലൈറ്റിൻ്റെ വെട്ടത്ത് എനിക്ക് അറിയത്തില്ല, ഞാൻ ഈ ഉടുത്തത് കാണിക്കുന്നില്ലേ, അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ഓവറായിട്ടൊരു തിളക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് ഒരു സിൽവർ ഡിസൈൻ പോയിരിക്കുന്ന പോലെ ഉള്ളൂ. പക്ഷെ നല്ലൊരു ഫംഗ്ഷൻ ടച്ച് തരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് മുത്തുമാലയും കൂടെ ഒക്കെ അല്ലെങ്കിൽ പേളുമാലയും കൂടെ ഒക്കെ ഇട്ട് കാണിക്കണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനും മടിയാണല്ലോ മുന്നിൽ എൻ്റെ മുഖം ഇരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുക്കുന്ന കാര്യത്തിലെല്ലാം ഭയങ്കര ഉഴപ്പം. ഞാൻ ഒത്തിരി പേര് ചോദിച്ചു, എന്നാ 2-3 ദിവസം വിളി, ഞാൻ ബാംഗ്ലൂർ പോയിരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ, മുഖം കണ്ടോ, മൈഗ്രെയിൻ യാത്രയെല്ലാം ഒത്തിരി ചെയ്തതിൻ്റെ ഒരു അതിൽ നിന്ന് അങ്ങോട്ട് ഹാങ് ഓവർ മാറിയിട്ടില്ല. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ തോന്നി ഒത്തിരി ദിവസമായിട്ട് വീഡിയോ ഉഴപ്പായി, ഒന്നും ഒരു വീഡിയോ എങ്കിലും ഇട്ടില്ലെങ്കിലോ എന്നോർത്ത് ഒരു ചെറിയ വീഡിയോ ആക്കാമെന്ന് ഓർത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോൾ ഉണ്ടല്ലോ ഒരു ബ്രിക്കിൻ്റെ ഒക്കെ ഒരു കളറെന്ന് പറയാൻ വേണമെങ്കിൽ, എന്നാ കളറെന്ന് പറയാൻ സത്യം പറയാൻ നല്ല കളറാണ്, ബ്രിക്കിൻ്റെ ഒക്കെ ഒരു കളർ. ഇതിന് ചിരി എന്നല്ല പറയുന്നത്, ഇതിന് പറയുന്ന പേര് ഇളി. ഞാൻ ഇവിടെ പറയുന്ന കേട്ടോ, പിസ്ത ഗ്രീൻ, ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക്, കുറെ കൂടെ ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് പിസ്ത ഗ്രീൻ. ഇത് പറയുന്നത് ഇതിനകത്ത് കറക്റ്റ് കളർ അല്ല കിട്ടുന്നത്, ഇതിലും വീഡിയോ കാണുന്നതിലും കുറച്ചും കൂടെ ഡാർക്ക് ആണെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ലൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതാണ് ശരിയാണ്, പിസ്ത ഗ്രീൻ്റെ കളർ കറക്റ്റ് കിട്ടണമെങ്കിൽ വലിയ പാടാണ്. ചില കസ്റ്റമേഴ്സ് ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറയില്ല, എന്നിപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും ഒരു വിധത്തിൽ ആ കറക്റ്റ് കളർ കിട്ടത്തില്ല. പ്രത്യേകിച്ചും പിന്നീട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്നാന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കുറേയൊക്കെ ലൈറ്റ് അഡ്ജസ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയാണ് വീഡിയോ എടുക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ ഇരിക്കുന്ന ഒരു വീഡിയോ അങ്ങ് എടുക്കുക എന്നുള്ളതല്ല, ഫോട്ടോ അങ്ങ് എടുക്കുക എന്നുള്ളൂ. അപ്പോൾ ഒരിക്കലും കറക്റ്റ് കളറോ കാര്യങ്ങളോ കിട്ടത്തില്ല. ഇതിപ്പോൾ വന്നിട്ട് ഒരു സൈസ് നൂലാട്ടോ, കെട്ടി വരുന്ന നൂലാണ്. മുന്തിരി കളറിൻ്റെ ഒരു ലൈറ്റ് കളർ, നല്ല പേസ്റ്റൽ കളർ കേട്ടോ. മുന്തിരി കളർ അല്ലല്ലേ, ലാവണ്ടറും
ലാവണ്ടറും അങ്ങനെ ലൈറ്റ് ഒരു ലാവണ്ടറിൻ്റെ ഡാർക്കോ മുന്തിരി കളർ എന്ന് പറയാം, മുന്തിരിയുടെ എവിടെയോ മുന്തിരി കളറിൻ്റെ ഡാർക്ക് ഒരിക്കലും ഓർക്കരുത്. മുന്തിരിയൊക്കെ പൊളിച്ചൊക്കെ കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ഒരു കളർ. ലാവണ്ടറിൻ്റെ ഡാർക്ക് എന്ന് പറയാം, ലൈലാക്കല്ല, ലാവണ്ടറിൻ്റെ ഡാർക്ക് എന്ന് പറയാം. കറക്റ്റ് കളർ അല്ല കേട്ടോ കിട്ടുന്നത്. അത് ഈ കളറിൻ്റെയാണ്, ഈ പേസ്റ്റൽ കളറിൻ്റെ കേട്ടോ, കറക്റ്റ് കളർ അല്ല. ഇച്ചിരി കൂടി ഡാർക്കാണ്, നിങ്ങൾ കാണുന്നത് ഇച്ചിരി കൂടി ഡാർക്കാണ്. ഞാനും ഇപ്പം ഇവിടെ സ്ക്രീനിനകത്ത് എനിക്ക് കാണാൻ പറ്റും, പക്ഷേ ഇതിലും നല്ല ഡാർക്കാണ് കേട്ടോ. ഇച്ചിരി കൂടെ നടുപ്പിച്ച് കാണിച്ചാലോ? ഇല്ല, ലൈറ്റായിട്ടേ തോന്നുന്നു, പക്ഷേ ഡാർക്കാണില്ലേ. ആ ടൈപ്പ് സാരി തീർന്നു. ഇനി ഇത് ഒത്തിരി എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങളൊക്കെ കൊടുത്ത് കാണിച്ച സാരി, മെയ്ഡേയുടെ എന്ന മെയ് ദിനത്തിൻ്റെ അന്നേയും എല്ലാവരും എടുത്ത് കാണിച്ച സാരി. ഈ സാരിക്ക് ഒത്തിരി ആവശ്യക്കാരുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ അടുത്തൊരു കളർ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഡാർക്ക് മെറൂൺ കളറ്. ആ സാരിയുടെ തന്നെ സെയിം സ്റ്റഫ് എല്ലാ കാര്യങ്ങളുമാണ്, പക്ഷേ ബോഡിയിലെ ബുട്ടായിക്ക് മാത്രം ഒരു വ്യത്യാസമുണ്ട്. ഇതൊരു സൈസ് കോപ്പറോ ഗോൾഡോ ഒക്കെ ആയിട്ടുള്ള ഒരു സൈസ് ബുട്ടായ. അതിൻ്റെ ഇടയ്ക്കൊന്ന് കണ്ണാടി നോക്കിക്കോട്ടെ. ഇത് ഈ സാരി ഇപ്പം ഞാൻ സ്വന്തമായിട്ട് എടുക്കുകയും ചെയ്തായിരുന്നു, ഉടുക്കുകയും ചെയ്തായിരുന്നു, കാണിക്കുകയും ചെയ്തായിരുന്നു. നല്ലൊരു കളറല്ലേ, നല്ലൊരു പേസ്റ്റൽ കളറല്ലേ. ഇതും ഈ പറഞ്ഞ പോലെ മുമ്പേ കാണിച്ച ലാവണ്ടർ അല്ല, മുന്തിരി കളറിൻ്റെ ഒരു ഷെയ്ഡ്, അത്രേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ പറയാൻ പറ്റില്ല. ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള സാരി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ റീസ്റ്റോക്ക് വന്നതാണ്. അതിനകത്ത് ഒരു കളർ മാത്രം നേരത്തെ ഇല്ലാതിരുന്ന ഒരു കളറുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടത് റീസ്റ്റോക്ക് വന്നാൽ കാരണം ഒത്തിരി പേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി. ഒത്തിരി പേര് ചോദിച്ചു ഞാൻ, പ്രത്യേകിച്ചും നമ്മളാ ഉടുത്ത് കാണിച്ച സാരിക്ക് അതിൻ്റെ പിസ്താഗിരിന്ന് ഞാൻ ഉടുത്തായിരുന്നു, മറ്റേ ഇപ്പോൾ കാണിച്ചു കൊടുത്തായിരുന്നു. അത് ഉടുത്ത് കാണിക്കുമ്പോഴല്ലേ ആൾക്കാർക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും ആ സാരിക്ക് ഭയങ്കര ഓർഡറായിരുന്നു. ഇതിപ്പോൾ പൗഡർ ബ്ലൂ ഷെയ്ഡ്. ഇനി ഡാർക്ക് ഷെയ്ഡ് വേണമെങ്കിൽ പേസ്റ്റൽ ചാർട്ടല്ല, ഡാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ഉടുത്താൽ നല്ല എടുപ്പാട്ടോ. ഫങ്ഷനൊക്കെ ഉടുക്കുമ്പോൾ നല്ല എടുപ്പാണ്. നേവി ബ്ലൂ, നല്ല ഡാർക്ക് നേവി ബ്ലൂ എൻ്റെ കൂടെ ഈ ഒരു ടൈപ്പ് ഡിസൈൻ. വയലറ്റ്, എനിക്കിതും ഭയങ്കര ഇഷ്ടമായിരുന്നേ. ഇതൊക്കെ ഉണ്ടല്ലോ, ഒറ്റ പ്രാവശ്യം സാരി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് തയ്ക്കാം, ടോപ്പോ കുർത്തിയോ, പിള്ളേർക്ക് ഫ്രോക്കോ സ്കേർട്ടോ കുർത്തിയൊക്കെ തയ്ക്കാൻ നല്ല ഭംഗിയാണ്, നല്ല രസമായിരിക്കും. എന്നിട്ട് ഇത് വെച്ച് കുർത്തി തയ്ക്കണം, നല്ല ഫുൾ സ്ലീവ് ഒക്കെ വെച്ച് പാർട്ടി വെയർ പോലെ തയ്ച്ചിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഷോൾ ഇങ്ങനെ കഴുത്തക്കൂടിയൊക്കെ ഇടുവാണെങ്കിൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ആക്കി മാറ്റാം. നമ്മൾ ബനാറസിയുടെ ഒക്കെ വരികയല്ലേ, ബനാറസിയുടെ സ്റ്റഫിനും ഒരു സൈസ് ചെറിയ തിളക്കമുള്ളത് വരുമല്ലോ, അതിനിങ്ങനെ ബുട്ടായുള്ളത് വരുന്നത് അതാണേ വിചാരിക്കത്തുള്ളൂ. നല്ല ലൈനിങ് എല്ലാം ഇട്ട് തയ്ച്ച് കഴിഞ്ഞു 1-2 പ്രാവശ്യം സാരി ആയിട്ട് കൊടുത്ത് കഴിയുമ്പോഴേ വയലറ്റ്. ഇനി ഇതാണ് നേരത്തെ വരാതിരുന്ന ഒരു ഷെയ്ഡ്, ഒരു പീക്കോക്ക് ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഷെയ്ഡ് ഇപ്പോഴാണ് വന്നത്, ഇപ്പോൾ റീസ്റ്റോക്ക് വന്ന കൂട്ടത്തിൽ വന്നത്. അന്ന് വന്നപ്പോൾ ഈ ഷെയ്ഡ് ഇല്ലായിരുന്നു. വേണ്ടത് അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. നാളെ ചിലപ്പോൾ വീഡിയോ കാണത്തില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ കാണിക്കാത്തത് ഉഴപ്പാണ്. ഒത്തിരി പേരൊക്കെ ഓർക്കുമായിരിക്കും, എനിക്കതറിയാം. ഇപ്പം ആയിരക്കണക്കിന് ആൾക്കാർ ഓൺലൈനിൽ വീഡിയോയൊക്കെ ആയിട്ടുള്ള, അപ്പം കൃത്യമായിട്ട് നോക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെയെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് പ്രയോറിറ്റീസ് വേറെ ഇല്ലേ, പല കാര്യങ്ങളും ഇല്ലേ. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ, താങ്ക് യു.